സ്വന്തം ചോരയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ജനിച്ച മകൾ ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായി മർദ്ദനമേറ്റ് ശരീരമാകെ മുറിവുകളുമായി നിൽക്കുമ്പോൾ ഏത് അമ്മക്കാണ് മോളെ നീ ഒന്നിനും പോകണ്ട, മിണ്ടാതിരിക്കുക എന്ന് പറയാൻ തോന്നുക? തിരുവനന്തപുരം ആറ്റുകാലിൽ ആരതി എന്ന 27 വയസ്സുകാരി ജീവനൊടുക്കിയ സംഭവം നമ്മുടെ ഉള്ളിലെക്കുകയാണ്. മരണത്തിന് തൊട്ടു മുമ്പ് ആരതി അമ്മയ്ക്കയച്ച വാട്സപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതൊരു പെൺകുട്ടിയുടെ നിസ്സഹായതയുടെയും ആരും തുണക്കില്ലെന്ന തിരിച്ചറിവിന്റെയും നേർചിത്രമാണ്. വിവാഹം കഴിഞ്ഞ് അധികം നാളുകൾ മുമ്പ് തന്നെ ഭർത്താവ് അതുലിൽ നിന്നും ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങളാണ് ആരതി അനുഭവിച്ചത്. ഒടുവിൽ സഹികെട്ട് തന്റെ മുഖത്തും കയ്യിലുമുള്ള മുറിവുകളുടെ ചിത്രങ്ങൾ ആരതി സ്വന്തം അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഇതൊന്നും ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയതല്ല, അച്ഛൻ കൂടി കാണട്ടെ എന്ന് ആ മകൾ പറയുമ്പോൾ അവൾ നീതിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തോട് യാചിക്കുകയായിരുന്നു. എന്നാൽ അവിടെയും അവൾക്ക് തുണ ലഭിച്ചില്ല. ആശുപത്രിയിൽ പോയി കാണിക്കുകയെന്ന് അമ്മ പറയുമ്പോൾ അവൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകില്ല, അവന്റെ അമ്മ തൈലം പുരട്ടിത്തരാം എന്നാണ് പറയുന്നത് എന്ന് ആരതി മറുപടി നൽകുന്നു. ഒരു മകളെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് മൃഗീയമായി തല്ലിച്ചതയ്ക്കുമ്പോൾ അവിടെ തൈലം പുരട്ടി ഒരുക്കി തീർക്കാൻ നോക്കുന്ന ഭർത്തു വീട്ടുകാർ. അതിലും കഷ്ടമായി തോന്നിയത് ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കരുത്, നീയായിട്ട് ഒന്നിനും പോകരുത് എന്ന് പറഞ്ഞ് മകളെ വീണ്ടും ആ നരകത്തിലേക്ക് തള്ളിവിട്ട സ്വന്തം അമ്മയുടെ നിലപാടാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വലിയ കാവലും തണലും ആകേണ്ടത് അവളുടെ മാതാപിതാക്കളാണ്. 25 വർഷത്തോളം നെഞ്ചോട് ചേർത്ത് വളർത്തി വലിയ ആർഭാടത്തോടെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ അവളുടെ അവകാശങ്ങളും ജീവനും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ പല മാതാപിതാക്കൾക്കും ഇന്നും പ്രധാനം നാട്ടുകാർ എന്തു വിചാരിക്കും എന്ന ചിന്തയാണ്. മകൾ അനുഭവിച്ച ക്രൂരതകൾ തെളിവ് സഹിതം മുന്നിലെത്തിയിട്ടും പ്രതികരിക്കാനോ അവളെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരാനോ ആ മാതാപിതാക്കൾ തയ്യാറായില്ല. ആവശ്യ സമയത്ത് സ്വന്തം ചോരയിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന ആ പിന്തുണ, ആ ഒരു വാക്ക് ആരതിക്ക് ലഭിച്ചില്ല. സ്വന്തം കുടുംബം പോലും കൈവിട്ടപ്പോൾ അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. ആ വലിയ വീഴ്ചയാണ് ആരതിയെ സ്വയം ഇല്ലാതാകുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ആരതിയുടെ അവസാന കുറിപ്പിലും ഈ നിസ്സഹായത വ്യക്തമാണ്. വിവാഹശേഷം ഭർത്താവിൽ നിന്നും കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പലരോടും പറഞ്ഞു, പക്ഷേ ആരും സഹായിച്ചില്ല. ഇനി ഭർത്താവിനൊപ്പം ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പോകുന്നു എന്നാണ് അവൾ എഴുതി വെച്ചത്. ഭർത്താവ് അതുൽ അവൾക്ക് വീട്ടുകാർ നൽകിയ സ്വർണം മദ്യപിക്കാനും ആർഭാടത്തിനുമായി വിൽക്കാൻ ശ്രമിച്ചു. അത് ചോദ്യം ചെയ്തതിനാണ് ആ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചത്. മദ്യപിച്ചെത്തി മൃഗത്തെ പോലെ തല്ലി ചതയ്ക്കുന്ന ഭർത്താവും അതിന് കൂട്ടുനിൽക്കുന്ന ഭർത്തൃമാതാവുമുള്ള ആ വീട്ടിൽ അവൾക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കരുതുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു പാഠമാകണം. നാട്ടുകാരുടെ മുന്നിലെ അന്തസ്സിനേക്കാൾ വലുതാണ് നിങ്ങളുടെ മക്കളുടെ ജീവൻ. അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ വാതിലുകൾ കൊട്ടിയടയ്ക്കരുത്. ഒരുപക്ഷെ അന്ന് ആരതിക്ക് അമ്മയുടെ അടുത്തു നിന്നും നമുക്ക് നിയമപരമായി നേരിടാം മോളെ, നീ ആ വീട്ടിൽ നിൽക്കണ്ട എന്നൊരു വാക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇനി ഒരു പെണ്ണിനും ഈ തരത്തിലുള്ള ഒരു ഗതി വരാതിരിക്കുവാൻ വേണ്ടി ഇവർ അർഹിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് നൽകി അത് സമൂഹത്തിന് മാതൃകയാക്കേണ്ടതുണ്ട്. സ്വന്തം മക്കളുടെ ജീവനേക്കാൾ നാട്ടുകാരുടെ പ്രശംസ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി മാറട്ടെ.